നമസ്കാരം. ബഹിരാകാശ രംഗത്ത് ഇന്ന് അതിവേഗം കുതിക്കുകയാണ് നമ്മുടെ ഭാരതം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന പല നേട്ടങ്ങളും നമ്മുടെ ഭാരതം സ്വന്തമാക്കി. ബഹിരാകാശത്ത് സഞ്ചാരിയെ എത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാജ്യം. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഭാരതീയൻ ആരാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ. ബഹിരാകാശത്ത് എത്തിയ ഏക ഭാരതീയനും അദ്ദേഹമാണ്. കൽപ്പന ചൗളയും സുനിത വില്യംസും അടക്കമുള്ളവർ ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ട് എങ്കിലും അവർ ഇന്ത്യൻ വംശജരായിരുന്നു. 1984 ഏപ്രിൽ 2 റഷ്യൻ നിർമ്മിത സോയൂസ് T-11 എന്ന വാഹനത്തിലാണ് രാകേഷ് ശർമ്മ ശൂന്യാകാശത്തിലേക്ക് എത്തുന്നത്. സല്യൂട്ട് 7 എന്ന ബഹിരാകാശ നിലയത്തിൽ 8 ദിവസം അദ്ദേഹം ചിലവഴിച്ചു. ശൂന്യാകാശത്തിലെത്തുന്ന ലോകത്തിലെ 138ാമത്തെ സഞ്ചാരിയായിരുന്നു അദ്ദേഹം. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി അദ്ദേഹം നടത്തിയ സംഭാഷണം ഓരോ ഭാരതീയനെയും അഭിമാനത്തിൻ്റെ പരകോടിയിലെത്തിച്ചു. ഓരോ വീടിനെയും ഹരം കൊള്ളിക്കുവാൻ ദൂരദർശന് അതുവഴി സാധിച്ചു. ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി രാകേഷ് ശർമ്മയോട് ചോദിച്ചത്. സാരേ ജഹാൻ സെ അച്ഛ, അതായത് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നായിരുന്നു രാകേഷ് ശർമ്മയുടെ മറുപടി. ലോകത്തിന് നെറുകയിൽ ഭാരതം എത്തിക്കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ മറുപടി. ലോകത്തിലെ ആദ്യത്തെ അന്തരീക്ഷ യോഗാഭ്യാസിയുമാണ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ. ഗുരുത്വാകർഷണം 0-ലായപ്പോഴാണ് അദ്ദേഹം യോഗ അഭ്യസിച്ചത്. ഗുരുത്വാകർഷണത്തിൻ്റെ അഭാവം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്നിവ തിരിച്ചറിയുവാൻ യോഗാഭ്യാസം സഹായിച്ചുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. രാജ്യം അശോക ചക്ര നൽകി രാകേഷ് ശർമ്മയെ ആദരിച്ചിട്ടുണ്ട്. USSRൻ്റെ ഓർഡർ ഓഫ് ലെനിൻ എന്ന ബഹുമതിയും അദ്ദേഹം നേടി. ഹീറോ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ എന്ന ബിരുദവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഡിഫൻസ് അക്കാദമി, ഇന്ത്യൻ റോക്കറ്റ് സൊസൈറ്റി, ക്രിക്കറ്റ് ബ്ലൂ എന്നിവയുടെ ഓണററി മെമ്പർ കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഈ വർഷം ജൂണിൽ ഉണ്ടാകുമെന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിയം സ്പേസുമായുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുഭാൻഷുവിൻ്റെ യാത്ര. ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റാണ് ശുഭാൻഷു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാൻഷു അടക്കം 4 പേരെയാണ് ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്നത്. 2 ആഴ്ച നീളുന്ന സ്പേസ് സ്റ്റേഷൻ വാസത്തിനിടയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇന്ത്യയിലെ പുതിയ തലമുറയ്ക്ക് ദൗത്യം പ്രചോദനമാകുമെന്നും ശുഭാൻഷു ശുക്ല പറഞ്ഞിരുന്നു. മുതിർന്ന ആസ്ട്രോനട്ട് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാംപു എന്നിവരാണ് മറ്റ് ദൗത്യ സംഘാംഗങ്ങൾ. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ശുഭാൻഷുവിൻ്റെ ബാക്കപ്പ്. ഗഗൻയാൻ ദൗത്യത്തിനായി ISRO തിരഞ്ഞെടുത്ത 4 പേരിലുള്ളവരാണ് ശുഭാൻഷു ശുക്ലയും പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും. ബഹിരാകാശ രംഗത്തെ ഇന്ത്യ-അമേരിക്ക സഹകരണത്തിൻ്റെ ഭാഗമായാണ് ആക്സിയം 4-ൽ ശുഭാൻഷു ശുക്ലയ്ക്ക് അവസരം ലഭിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.